മാപ്പിള കലാ സാഹിത്യ മേഖലയിലെ സജീവ സാന്നിധ്യവും കത്തുപാട്ടുകളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്ത മലബാർ ഫൗണ്ടേഷനിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ അബ്ദുറഹ്മാൻ ഹിക്കമി അവർകളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഉസ്താദ് അവർകൾ ഈ വിഷയത്തിൽ PhD കൂടി ചെയ്തതാണ്. ഉസ്താദിനെ നമുക്ക് സാദരം സ്വാഗതം ചെയ്യാം. ഉസ്താദ് please welcome. ഈ ആരും അധികം തിരഞ്ഞെടുക്കാത്ത ഈ ഒരു മേഖലയിൽ PhD ചെയ്യാൻ കൂടി കാണിച്ച ആ ഒരു ധൈര്യം, അതിലേക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ മാപ്പിള കലാ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വരാൻ ഉസ്താദിനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? മാപ്പിളകല മേഖലയിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളെ വളർത്തുക നമ്മൾക്കുള്ള ട്രെയിനിങ് ബേസിക്കലി വരുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കും. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കലാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മിക്കവാറും ആളുകൾക്കൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ട്രെയിനിങ് അവരുടെ വീട്ടിൽ നിന്നോ ഉമ്മമാരിൽ നിന്നോ അതല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരിൽ നിന്നോ ഫാമിലിയിൽ നിന്ന് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ കേസിൽ എൻ്റെ വീട്ടിലുള്ള ഞങ്ങൾ 8 മക്കളുണ്ട്. മിക്കവാറും എല്ലാവരും നന്നായിട്ട് പാട്ടൊക്കെ പാടും. എൻ്റെ ഉമ്മ നന്നായിട്ട് പാട്ട് പാടും. അപ്പം നമ്മൾ കേട്ട് വരുന്ന സാധനങ്ങൾ മുഴുവൻ ഈ പാട്ടിൻ്റെ താളങ്ങളായിരിക്കും. നമ്മൾ ഈ താലോലത്തിൻ്റെ ആളുകൾ കേൾക്കുന്ന ഒരു സാധനം. ഈ രൂപത്തിൽ ഉമ്മ പാട്ട് പാടുന്നുണ്ട്, എൻ്റെ പെങ്ങന്മാർ പാട്ട് പാടും, ചില ജ്യേഷ്ഠന്മാരൊക്കെ പാട്ട് പാടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെറുതിനെ കേട്ട് വരുന്ന സാധനം ഈ പാട്ടുകളും അനുബന്ധ സാധനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ എൻ്റെ വല്യപ്പ അത്യാവശ്യം അറിയപ്പെട്ട പാട്ടുകാരൻ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം എനിക്ക് എൻ്റെ ബ്ലഡിൽ ആ സാധനം ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു വിഷയത്തോട് നമുക്കൊരു താല്പര്യമാണ്. സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ എത്ര സമയമില്ലെങ്കിലും അതിലേക്ക് നമ്മളെ സമയം കൊടുത്തുകൊണ്ടിരിക്കും. ഒരു പാരമ്പര്യം വരുന്ന സാധനമായിരിക്കും. പിന്നെ അങ്ങനെ ഏത് മനുഷ്യനും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തിനാണോ താല്പര്യമുള്ളത് അതിലേക്ക് നമ്മൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കും. കാരണം അതിലായിരിക്കും നമുക്ക് ആനന്ദം കിട്ടുക. അപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ട് പാടുന്നതിനെ കുറിച്ച് വീട്ടിലെ കുറെ കഥകളൊക്കെ പറയാറുണ്ട്. പല രൂപത്തിൽ നമ്മൾ പാട്ട് പാടുന്നത്, അതായത് ഡ്രസ്സൊക്കെ ഇടാത്ത കാലത്ത് തന്നെ പാട്ട് പാടി നടക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അത് പഠിച്ചിട്ട് പാടുന്നൊന്നുമല്ല, അതങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പാടി വരുന്നുണ്ട്, മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും പാട്ട് പാടാ ആ സാധനം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആ സാധനം ബാക്കി ഉണ്ടായിരിക്കും. അത് ചെറുതിലുണ്ടായിരുന്നു, ചെറിയ പാട്ടിന്റെ വരികളും മറ്റും. അപ്പം അത് പാടും എന്നുള്ള കാര്യം എനിക്കും വീട്ടുകാർക്കൊക്കെ ആദ്യം അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഹയർ സ്റ്റഡിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ഞാൻ അതിലും കൂടി പഠിച്ച ഒരാളാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് നമ്മളെ കൂടെ വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വരും എപ്പോഴും നമുക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നു, ഹൈദരാബാദിലേക്ക് പഠിക്കാൻ പോകുന്നു. PhD-യിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനമുണ്ട്. മ്യൂസിക് എനിക്കറിയുന്നതാണ്, ഞാൻ ട്രെയിൻഡ് അല്ല, അതേ സമയത്ത് ബൈ ബർത്ത് എനിക്ക് മ്യൂസിക്കിനോട് താല്പര്യമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾക്കിടയിലുള്ള ഇതുപോലത്തെ പാട്ടുകളെ കുറിച്ച് നമുക്ക് ചർച്ചയായിക്കൂടെ അല്ലെങ്കിൽ പഠിച്ചുകൂടാ എന്നൊരു ആലോചന വരുന്നുണ്ട്. ആ ആലോചനയുടെ പുറത്തായി ആണ് ഞാൻ എൻ്റെ PhD-യിൽ ഇതുപോലത്തെ ഒരു സബ്ജക്റ്റിൽ ഞാൻ തിരിയുന്നത്. പിന്നെ കത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുന്നത് ഈ കത്തിലേക്ക് തിരിയുന്നുണ്ട്. കാരണം ഞാൻ PhD ചെയ്തിട്ടുള്ളത് ജെൻഡർ സ്റ്റഡീസ്, ഫെമിനിസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ MPhil-ലൊക്കെ ഞാൻ നോക്കുന്ന ഒരു സാധനമുണ്ട്. കേരളത്തിലെ എങ്ങനെയാണ് കേരളത്തിലെ പുരുഷത്വം സ്ത്രീത്വം എന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെയാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള മുസ്ലിം പുരുഷനെ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിലോസഫിക്കൽ കുറച്ച് സാധനങ്ങളെ കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് നോക്കി ഇതുപോലത്തെ സാധനങ്ങൾ പഠിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനമായ രസകരമായ ഒരു ടൂളാണ് ഈ പറയപ്പെടുന്ന ഈ കത്തുപാട്ട് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകം എന്താ പറയുന്നത് വെച്ചാൽ 1970-കൾക്ക് ശേഷം അതുപോലെ തന്നെ 90-കൾക്ക് ശേഷമൊക്കെ കേരള സൊസൈറ്റിയിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ 70-ന്റെ പ്രത്യേകം നിങ്ങൾക്കൊക്കെ അറിയാം, ഗൾഫ് മൈഗ്രേഷൻ, അതായത് പെട്രോ ഡോളർ കൂടി ഗൾഫിൽ അവിടെ ഒരുപാട് ആളുകൾ സാമ്പത്തിക ആവശ്യം. കാരണം അതിന്റെ മുമ്പത്തെ അവസ്ഥ നിങ്ങൾക്കറിയില്ല, കേരളത്തിൽ ഭയങ്കര ദയനീയം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയായിരുന്നു. 1921-നൊക്കെ ശേഷം വരുന്ന അവസ്ഥകളുണ്ട്. ആളുകളെ ജീവിക്കാൻ ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഗൾഫിലേക്ക് കുടിയേറ്റം തുടങ്ങിയതോടുകൂടിയാണ് കേരളത്തിലെ ഈ നിലവിലുള്ള സ്ഥിതിയിലേക്ക് കേരളം മാറിയെന്ന് ഒരുപാട് പഠനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ നല്ല പാൻറ് എടുക്കാൻ തുടങ്ങുന്നത്, സിഗരറ്റ് വലിക്കാൻ തുടങ്ങുന്നത്, വാർപ്പിന്റെ വീടുകൾ, ഇതൊക്കെ വരുന്നത് ശരിക്കും ഗൾഫിന്റെ ശേഷമാണ്. അതിന്റെ മുമ്പുണ്ട്, എങ്കിൽ പോലും ഇത് സജീവമാകുന്ന ഗൾഫിന് ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിലെ മുസ്ലിം പുരുഷനെയും സ്ത്രീയെയും പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും രസകരമായിട്ടുള്ള ടൂളായിട്ട് എനിക്ക് ഈ പറയപ്പെടുന്ന കത്തുപാട്ടുകളെ കുറിച്ച് ഒരു ആലോചന ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെയാണ്. ഏതായിരുന്നാലും ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഉള്ളിലുള്ള നമ്മളെ ബൈ ബർത്ത് നമുക്ക് അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പകർന്നു വന്ന ഈ ഒരു കലാബോധം ഉള്ളിലുള്ളത് തന്നെ PhD-യിലേക്ക് ഇതുപോലത്തെ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് രണ്ടാമത് ആലോചിക്കേണ്ട ആവശ്യം വരും. കാരണം എനിക്ക് താല്പര്യമുള്ള, ഞാൻ പറഞ്ഞ ആളുകൾ കേൾക്കും, ഞാൻ വിശ്വസിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ പറയപ്പെടുന്ന മാപ്പിളയുടെ കലാലോകം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയപ്പെടുന്ന വിഷയത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ഇതിലേക്ക്, അതായത് ഇതിൻ്റെ അകത്ത് എൻ്റെ കുടുംബമുണ്ട്, അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ മതകീയ ചുറ്റുപാടുണ്ട്, എൻ്റെ സൊസൈറ്റി ഉണ്ട്. അതായത് ഇതൊരു കെട്ടുപണിഞ്ഞ് നടക്കുന്ന സാധനം, വെറുതെ ഒരു കുടുംബം എന്ന് മാത്രമല്ല, കുടുംബം ഇതിനകത്ത് വരുന്ന സംഘടനാകാലം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മതകീയ ചുറ്റുപാട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കാരണം നമ്മളൊക്കെ വരുന്നത് ഈ വൈറ്റ് ആൻഡ് വൈറ്റിലാണല്ലോ, അതായത്
ഒരു പള്ളിയിൽ പഠിക്കുക എന്നുള്ള സാധനം, ഇതെല്ലാം ഈ പറയപ്പെടുന്ന സാധനത്തിന് ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇപ്പോഴത്തെ കാലത്ത് അധികമൊന്നും ഇല്ലാത്ത ഈ പുതിയ ജനറേഷൻ തീരെ ഒന്നും ചെല്ലാത്ത ഒരു സാധനമാണ് ഈ കത്തുപാട്ട് എന്നുള്ളത്. കത്തുപാട്ട് എന്താന്നുള്ളതും അതിനെ കുറിച്ചുള്ള വശങ്ങളും കാര്യങ്ങളൊക്കെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞത്. കത്തുപാട്ട് കത്തുപാട്ട് എന്ന് പറയുന്നത്, കത്തുപാട്ടിനെ കുറിച്ച് ഡെഫിനിഷൻ വേണമെങ്കിൽ പറയാവുന്ന ഒരു സാധനം നല്ലോണം വീരാൻ സാഹിബ് പറയുന്നുണ്ട്. അത് കത്തായിട്ട് വായിക്കാനും പറ്റണം, പാട്ടായിട്ട് പാടാനും പറ്റണം. അതായത് ഒരു സബ്ജക്ട് നമുക്ക് അത് കത്താണെന്ന് വെച്ചാൽ അതിന്റെ ഫോർമാറ്റ് കത്തായിരിക്കും, അത് പാട്ടായിട്ട് പാടാനും പറ്റും, കത്തായിട്ട് വായിക്കാനും പറ്റും. അതായത് സമൂഹത്തിൽ നിൽക്കുന്ന മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, പാട്ട് രൂപത്തിൽ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കത്ത് എന്ന് പറയുന്നത്. പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ ഈ കത്ത് നിലനിൽക്കുന്ന ഒരു സാധനം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം കൂടെയാണ് കത്ത് എന്ന് പറയുന്നത്. മൈഗ്രേഷന് ശേഷം, അതായത് കുടിയേറ്റത്തിന് ശേഷം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുടുംബമായിട്ട് ബന്ധപ്പെടാനുള്ള മാധ്യമം എന്ന് പറയുന്ന അക്കാലത്ത് കത്താണ്. പുതിയ കാലത്ത് അത് ഇല്ലാത്തതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഫോണും വാട്സപ്പ് പോലത്തെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ തന്നെ സാധനങ്ങൾ അവൈലബിൾ ആയതുകൊണ്ട് ഇതുപോലത്തെ ഇത്രയും കാത്തിരിക്കേണ്ട ഒരു സാധനം. അതേസമയത്ത് ഇതിനെക്കുറിച്ച് ഇതൊരു നൊസ്റ്റാൾജിക്കും കൂടെയാണ് ഈ സാധനം. കാരണം ഒരു കാത്തിരിപ്പിന്റെ സുഖം എന്നൊക്കെ പറയല്ലോ. കാരണം ഒരു കത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസം അവിടെ എത്താൻ, ആ 15 ദിവസം കഴിഞ്ഞിട്ട് മറുപടി ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു കാലയളവ് മനുഷ്യന്മാരുണ്ടല്ലോ കാണാതെ അപ്പുറത്ത് ആളുണ്ട് എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ ജീവിക്കുക. അതായത് എന്റെ സ്വന്തം എന്ന് വിചാരിക്കുന്നത് മക്കളാവാം, ഭാര്യയാവാം, ഭർത്താക്കന്മാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് തന്റെ തൊട്ടപ്പുറത്തുള്ള ആള് അവിടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന, ഒരുങ്ങി നിൽക്കുന്ന ഒരു സാധനം കൂടെയാണ്. അതുകൊണ്ട് കത്തിനെപ്പോഴും അതിന്റെ ലൈഫും കൂടെ ഉണ്ടായിരിക്കും. അതായത് അതൊരു പേപ്പറിനപ്പുറമായിട്ട് ഒരു മനുഷ്യന്റെ ജീവൻ കൂടെയാണ്. പിന്നെ പുതിയ കാലത്തിന്റെ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം പുതിയ കാലത്ത് ഇതിന്റെ ആവശ്യമില്ല. 2011 വരെ കത്തുപാട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് വാട്സപ്പിന്റെ കാലത്തും കത്തുപാട്ടുകൾ യൂട്യൂബിൽ തന്നെ കിട്ടും. അതായത് വാട്സപ്പിൽ നിന്റെ ഈ സീന കാണിക്കുന്നുണ്ട്, പക്ഷെ നീ എന്താ ഞാൻ അയച്ച മെസ്സേജിന് മറുപടി അയക്കാത്തെന്നൊക്കെ പറഞ്ഞു. അതായത് കത്തിന്റെ രൂപം തന്നെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ചെയ്യുന്ന സാധനം. ഒന്ന് പേപ്പറിലായിരുന്നു, ഒന്ന് ഈ പറയപ്പെടുന്ന ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിയെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന അങ്ങനെയാണ്. ഇതിന്റെ ഒരു പോസ്റ്റർ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ, അത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഴയ കത്തുപാട്ടുകളിൽ നിന്നൊരു രണ്ടുപേരി പാടാൻ. ഈ കത്തുപാട്ട് വിളിച്ച് മറ്റൊരു സാധനം കൂടി പറയുന്നത്, കത്തുപാട്ട് ഈ പഴയത് പുതിയതെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയം. ഈ കത്ത് ശരിക്ക് കേരളത്തിൽ തുടങ്ങുന്നത്, കത്ത് ശരിക്കും ഒരു പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യരായിരിക്കും. വൈദ്യരാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്, എന്റെ മനസ്സിലാക്കലാണ്, തെറ്റാവും ശരിയാവും. വൈദ്യരാണ് ഒരു പക്ഷെ കത്ത് ആദ്യമായിട്ട് ഒരു പക്ഷേ കത്തുപാട്ട് എഴുതാൻ സാധ്യതയുള്ളത്. കാരണം വൈദ്യരുടെ താമരപ്പൂങ്കാവനത്തിൽ നിന്ന് പറഞ്ഞൊരു കത്തുപാട്ടൊക്കെ ഉണ്ട്. അതേ പഴയകാല കവികൾ ഒരുപാട് കത്തുപാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ കണ്ടന്റ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള കണ്ടന്റ് ആവില്ല. കാരണം ഒന്ന് ശരീരവർണ്ണനകളായിരിക്കും. സ്ത്രീകളെ കുറിച്ച് നല്ല സുന്ദരമായിട്ട് വർണ്ണിക്കും. അവർ നല്ല ഭാഷയിൽ എന്ത് ചെയ്യും, സ്ത്രീകളെ കുറിച്ച് വർണ്ണിക്കും എന്നുള്ളതാണ്. ഈ പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തി, വർണ്ണിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇമാജിൻഡ് ലവ് എന്നൊക്കെ അതിനെ കുറിച്ച് പറയാറുണ്ട്. അതായത് നമ്മളെ ഉള്ളിൽ തോന്നിയ ഒരു സ്നേഹം, ഒരു പ്രണയം മറ്റൊരു സ്ത്രീയോട്, അത് നമ്മൾ പേപ്പറിൽ എഴുതും. ഈ പ്രണയിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, മഹബൂബ് ആരാന്ന് ചോദിച്ചാൽ അറിയൂല. ഈ രൂപത്തിലുള്ള സാധനങ്ങളാണ്. പക്ഷെ അതിന് ശേഷം വരുന്ന കത്തുപാട്ടുകൾ അങ്ങനെയല്ല. കത്തുപാട്ടുകൾ ശരിക്കും നമുക്ക് കിട്ടും ഇതാരെയാണ് സംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കത്തിന് പല ഘട്ടങ്ങളുണ്ട്. കത്തിന് അതായത് ജയില്, അതായത് ഈ പറയപ്പെടുന്ന ആദ്യകാലത്ത് ഈ വൈദ്യരുടെ ഒക്കെ കാലത്ത് വരുന്നുണ്ട്. 921 ശേഷമുള്ള മലബാർ ഇതുണ്ട്, സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾ ജയിലിലേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് ജയിലനുബന്ധ അനുഭവങ്ങളായിട്ട് ഈ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറെ കത്തുപാട്ടുകൾ വരുന്നുണ്ട്. ഈ 940 ശേഷം ഈസ്റ്റേൺ മൈഗ്രേഷൻ എന്ന് പറയും. അതായത് നമ്മളിപ്പോ ഈ ഗൾഫിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ഗൾഫിന് മുമ്പ് ബർമ്മ, സിലോണ്, ശ്രീലങ്ക, ഈ സിംഗപ്പൂർ, ഈ ബെൽറ്റിലേക്കൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ പാടി ഫീൽഡുകളുണ്ട്. അതായത് ഈ കൊളോണിയൽ കാലത്ത് ആളുകൾ എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് ജോലിയെടുക്കാനും അതുപോലെ തന്നെ കാപ്പി തേയില തോട്ടങ്ങളിലേക്കും റബ്ബറിന്റെ ഒക്കെ മാർക്കറ്റ് ആളുകൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്തും കത്തുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടും. പക്ഷെ എനിക്ക് ആ കത്തുകളൊന്നും കിട്ടിയിട്ടില്ല. പറയപ്പെടുന്നുണ്ട് റങ്കൂണിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങളൊക്കെ പാട്ടിൽ കാണുന്നുണ്ട്. അതായത് ആളുകൾ യാത്ര ചെയ്തപ്പോൾ അങ്ങനത്തെ വിശദീകരണമില്ല ടൗണിനെ കുറിച്ചൊക്കെ. നമ്മൾ ഈ പറയപ്പെടുന്ന കത്ത് എന്ന് പറയുന്നത് 970 ശേഷമുള്ള കത്താണ്. ആ കത്തിലെത്തുമ്പോഴേക്ക് ശരിക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ശരിക്ക് എഴുതുന്ന ആളും അഭിമുഖീകരിക്കപ്പെടുന്ന വ്യക്തി ആരും നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം അതിന്റെ ഭാഷ എങ്ങനെയാണ് എന്ന് മാത്രമല്ല, നമുക്കൊക്കെ സുപരിചിതമായ, നമ്മൾ നിരന്തരം സംസാരിക്കുന്ന ആ വളരെ ലഘുവായിട്ടുള്ള ഭാഷയിലാണ് ഈ കത്തുകൾ എഴുതിയിട്ടുള്ളത്. ഞാൻ പ്രധാനമായിട്ട് PhD ഉപയോഗിച്ചിട്ടുള്ള പ്രധാനം നോക്കിയിട്ടുള്ളത് SA ജമീലിന്റെ, നിലമ്പൂരുകാരനായിരുന്ന SA ജമീലിന്റെ 2 കത്തുപാട്ടുകളാണ്. ദുബായ് കത്തുപാട്ടും മറുപടി കത്തുപാട്ടുമാണ്. നിങ്ങൾ പറഞ്ഞനുസരിച്ച് ദുബായ് കത്തുപാട്ട് 2 വരി പാടാൻ എനിക്കൊരു പക്ഷെ ഈ തലമുറക്ക് അറിയുമെന്നറിയില്ല. പക്ഷെ കുറച്ചും കൂടി മുമ്പത്തെ തലമുറക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പാടി നടന്നിരുന്ന ഈ പാട്ട് കേട്ടതിന് ഒരുപാട് ഗൾഫിൽ നിന്ന് വന്നതിനെ കുറിച്ചൊക്കെ SA ജമീൽ സംസാരിക്കുന്നുണ്ട്. 2 വരി പാടാം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാൽ ഏറെ പീരീശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം.
ഞങ്ങൾക്കെല്ലാം സുഖമാണീ വീട് എന്നു തന്നെ എഴുതിയിടട്ടെ. അതുപോലെ മറുനാട്ടിൽ നിങ്ങൾക്കും ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. ഇതിനർത്ഥം ഞാൻ പറഞ്ഞതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇതാണ് ഈ ഭാഷ. ഇനി തുടർന്നൊക്കെ വരുന്ന എങ്ങനെയാണ് എന്റെ പെട്ടെന്ന് ആളുകൾക്ക് അത് മാപ്പിള മലയാളമാണ്. മനുഷ്യന്മാർ പരസ്പരം അതാണ് അത് കത്തായിട്ട് വായിക്കാനും പറ്റുന്നു, പാട്ടായിട്ട് പാടണം. ഈ പറഞ്ഞ അതേ സാധനം ഇത് ശരിക്കും അതാണ്. ഇതിന് മറുപടി കത്തുണ്ട് അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടി ഇത് ഈ കത്തുപാട്ട് ശരിക്കും സ്ത്രീയുടെ ഭാഷയിലാണ്. അതായത് സ്ത്രീ അവരുടെ ഭർത്താവിനെ കാണാത്തതിന്റെ വിഷമോ അനുബന്ധ സാധനം ഭർത്താവിനോട് പറയുന്നതാണ് കത്ത്. ദുബായ് കത്ത്, മറുപടി കത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് എഴുതുന്നതാണ്. അത് ശരിക്കും ഭർത്താവ് അവരുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങോട്ട് പറയുന്നത്. ഈ രണ്ട് കത്തുപാട്ട് എസ് മെയിൽ എഴുതിയിട്ട്, പക്ഷെ അതിനുശേഷം നിരന്തരമായിട്ട് മാപ്പിളപ്പാട്ടുകളുടെ കൂട്ടത്തിൽ കത്തുപാട്ടുകൾ വരുന്നുണ്ട്. ഒരുപാടെണ്ണം എപ്പോഴും അവൈലബിൾ ആണ്. പല രൂപത്തിലുള്ള ഗൾഫുമായിട്ട് ബന്ധപ്പെട്ട ഗൾഫിലുള്ള മകന് ഉമ്മ എഴുതുന്ന കത്ത്, ഭാര്യക്ക് ഭർത്താവ് എഴുതുന്ന കത്ത്, ഭർത്താവിന് ഭാര്യ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ മാപ്പിള കലാ സാഹിത്യ മേഖലയില് ഒരു PhD ഹോൾഡർ ആണല്ലോ സ്ഥലം. അപ്പോ ഈ മേഖലയിലുള്ള ഒരു PhD സാധ്യതകൾ എന്തൊക്കെയാണ് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരു സാധനം എന്ന് വെച്ചാൽ മാപ്പിള സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓപ്പണിങ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ നല്ല കാലങ്ങളായിട്ടുണ്ട്. കാരണം മാപ്പിള ഇപ്പൊ കുറേ ആളുകൾ സ്വദേശത്തും വിദേശത്തും മാപ്പിള സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു സാധനം എന്താ വെച്ചാൽ ഈ മാപ്പിള ലിറ്ററേച്ചറിൽ നിൽക്കുന്ന ഒരു വിധാനം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പരിസരത്താണ് ഈ മാപ്പിള സാഹിത്യ രൂപങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഗ്ലോബലി ഏറ്റവും നന്നായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ് ആണ്. ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പരിസരത്തിൽ രൂപപ്പെട്ട സംസ്കാരങ്ങള്, ഗ്രന്ഥങ്ങള്, കിതാബുകള്, ഭാഷ തുടങ്ങിയ ഒരുപാട് സാധനങ്ങളെ കുറിച്ച് പഠനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ പറയപ്പെടുന്ന മാപ്പിള സാഹിത്യം എന്ന് പറയുന്നത്. അത് പാട്ട് രൂപം മാത്രമൊന്നുമല്ല, നമ്മളെ പെർഫോമേറ്റീവ് രൂപങ്ങളായി ദഫ്, അറവനാഗോൽ, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, ഒപ്പന, കോൽക്കളി, ഈ പറയപ്പെടുന്ന മുഴുവൻ സാധനങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ മഹാസമുദ്രം ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല രസകരമായ ഒരു കണക്ഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ജാവ, സുമാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ രണ്ട് ഭാഗത്തുള്ള സംസ്കൃതത്തിന് കണക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന ഇതിന്റെ വിധാനം വളരെ വിശാലമായല്ലോ. നമ്മൾ കാണുന്ന പോലെ കേരളത്തിലോ അല്ലെ മലപ്പുറത്തുള്ള ഈ ഒരു തുരുത്തിലല്ല ഈ സാധനം ഉള്ളത്. ഇത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇത്രയും വിശാലമായ ലോകത്തായതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ഒരുപാട് സാധ്യതകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ ഏറ്റവും നന്നായിട്ട് കിതാബുകളെ കുറിച്ച് പറയാൻ പറ്റുന്ന, നമ്മുടെ നാട്ടിലുള്ള കിതാബുകളെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന, കലകളെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന, ആധികാരികമായിട്ട് പാട്ടുകളെ കുറിച്ച് പറയാൻ പറ്റുന്ന, പാടാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നെ പറയുമ്പോൾ കേരളത്തിലും ഒരുപാട് ഫെലോഷിപ്പുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേരള സർക്കാരും അല്ലാതൊക്കെ കൊടുക്കുന്നുണ്ട്. അത് താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപാട് മേഖലകൾ ഇതിൻ്റെ അകത്തും, പക്ഷെ യുണീക്ക് ആയിരിക്കണം എന്നേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനപ്പുറമായിട്ട് എങ്ങനെ ഇതിനെ പുതിയ കാലത്ത് പുതിയ സമൂഹത്തോട് ഇതിനെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാന്ന് കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട്. PhD എന്ന് മാത്രമല്ല, PhD അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് പ്രൊജക്ടുകൾ നിലവിൽ അവൈലബിൾ ആണ്. പല സ്ഥലങ്ങളിലായിട്ട് ആവശ്യമുള്ളവർക്ക് കിട്ടാവുന്ന സാധനം. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള നമ്മളെ മേഖലയിലേക്ക് പഠിച്ച ആളുകൾ നിർബന്ധമായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കാൻ വരണമെന്ന്. കാരണം ഇപ്പോഴും മലബാറിൽ എഴുതപ്പെട്ടിട്ട് വലിയൊരെണ്ണം ടെക്സ്റ്റുകളെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ധാരണകളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. അത് പലതും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ലഭ്യന്തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനെക്കുറിച്ച് പുതിയ റിസർച്ചുകൾ വരേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ സാധ്യതകൾ ഇഷ്ടം പോലെ ഓപ്പണിങ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആ രൂപത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യണം, ടെക്സ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സാധ്യതകൾ. ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷൻ കുട്ടികളൊന്നും ഈ ഒരു മേഖല സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുക്കാത്തതാണ്. അപ്പോ ഈ പുതിയ കാലത്തെ കുട്ടികളോട് ഈ മാപ്പിള കല സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വരുന്നതിനുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് അതിന്റെ ഒരു അഭിപ്രായം? എന്താണ് ആ കുട്ടികളോട് പറയാനുള്ളത്? ഒന്ന് ഈ പുതിയ എന്നൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഈ ജൻസി അതുപോലെ ജനാൽഫ എന്നൊക്കെ പറയുന്ന പുതിയ ജനറേഷൻ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് പുതിയ കാലം വെച്ചാൽ ഭയങ്കര തിരക്കുകളുടെ ഒരു സാധനം കൂടെയാണ്. ആളുകൾ മുഴുവൻ ബിസി എന്നൊക്കെ പറയുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ട് ഇതിനാണ് ഈ സമയമില്ലായ്മ, ഈ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ഈ ഇതുപോലത്തെ സാധനങ്ങളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, താല്പര്യവും അതുപോലെ തന്നെ ഇച്ചിരി ക്ഷമയും വേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ വരും. കാരണം സ്കൂൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട സാധനങ്ങളിൽ അതുമായിട്ട് വന്ന് കുറെ ആളുകൾ വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത, ഇത് പഠിച്ചെടുത്ത അതൊരു ജീവിതമാർഗം കൂടെയാണ്. അതായത് ജീവിതത്തിന്റെ കൂടെ തന്നെ, അതായത് അവന്റെ പാഷന്റെ കൂടെ പോകുന്നതോട് കൂടെ തന്നെ ഇതൊരു മൈഷത്താണ്, ജീവിതമാർഗം കൂടെയാണ്. അതുകൊണ്ട് തന്നെ സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് താല്പര്യമുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും, പിന്നെ അതിനപ്പുറമായിട്ട് ഇതൊരു സംസ്കാരമാണ്. നാം ഇങ്ങനെ നമ്മളായി എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ പിന്നിലോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഇത് നമ്മളാക്കിയ ഒരു സംസ്കാരത്തിന്റെ പൈതൃകവും കൂടെ ആയതുകൊണ്ട്
തീർച്ചയായിട്ടും നമ്മൾ അതിനെ പുൽകണം, നമ്മൾ അതിനും കൂടി സമയം കണ്ടെത്തണം എന്നുള്ളതാണ് പ്രിയ തലമുറയോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മാപ്പിള കലാസാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉസ്താദ് ഒരു നേരം പറഞ്ഞു തന്നത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.